ആ സീൻ ചെയ്യുമ്പോഴുള്ളൊരു എൻഡ് ഗോൾ എന്ന് പറയുന്നത് അതായിരുന്നു. തിയേറ്റർ വെടിക്കണം, ആ ഒരു സംഭവം ആയിരിക്കണം എന്ന് നമുക്ക് ஆഗ്രகம் ഉണ്ടായിരുന്നു. சாரோட நடிப்பு தான் எனக்கு வந்து மேஜிக்காக இருக்கும். நான் ஒர்க் பண்ண இந்த 4 ஃபிலிம்லேயுமே டிஃப்ரெண்ட் கேரக்டர்ஸ் பண்ணியிருப்பாங்க. 4மே ரெகுலரான ஹீரோக்கள் பண்ணுற எந்த இதுவுமே கிடையாது. அது என்னை பெருசாக பிரமிக்க வைக்கும். ஒவ்வொரு ஸ்கிரிப்ட்லேயும் நான் மேக்ஸிமம் அந்த ஸ்கிரிப்டுக்குள்ள கேரக்டர்ஸை எப்படி സിനിമാറ്റോഗ്രാഫിയിൽ എലിവേറ്റ് பண்ண முடியும் அப்படின்னு ஒர்க் பண்ணிக்கிட்டே இருப்பேன் நான். മംഗലാപുരത്ത് MBBS കഴിഞ്ഞ സമയത്ത് ഞാനൊരു കോയിൻ ടോസ് ചെയ്തു. ഇങ്ങോട്ട് പോയാൽ ബാംഗ്ലൂർ, അങ്ങോട്ട് പോയാൽ കൊച്ചി. മലയാളത്തിൽ വർക്ക് ചെയ്യുന്നു, മമ്മൂക്കെ നോക്കിക്കൊണ്ട് സ്കോർ ചെയ്യുന്നു. വിൽ ഐ ബി ഏബിൾ ടു ലുക്ക് അറ്റ് ഇറ്റ് ജസ്റ്റ് ആസ് എ ഫിലിം എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. சார் வந்து மம்முட்டி சாரோட பெர்ஃபார்மன்ஸு வந்து ஒவ்வொரு ஃபில்ம்லேயும் மேஜிக் தான். இந்த படம் ஒர்க் பண்ணிட்டு போது சாரோட பழைய மூவிஸ் எல்லாம் கூட நான் பார்த்தேன். இப்போ சார் பண்ணுற இந்த பெர்ஃபார்மன்ஸுக்கு விட பண்ணியிருக்காங்க அதில். அந்த மதில்கள் அந்த படம் ஒரு வால் அது பார்த்தேன் நான். அதுக்கெல்லாம் பார்க்கும்போது இதெல்லாம் சும்மா ജസ്റ്റ് ഇതാ റോഷാക്കിന്റെ സ്കോറിങ് ഇങ്ങനെ ഒരു ഹറിക്കെയിൻ മാതിരിയാണ്. തുടങ്ങി ഷർന്ന് പറഞ്ഞിട്ട് അതങ്ങ് പോയി, അറിയുന്നതിന് മുമ്പേ സംഭവം കഴിയുകയും ചെയ്തു. മമ്മൂക്കെ ഒരു തരം ഒരു വളരെ വിയേർഡ് ബട്ട് സ്ലൈറ്റ്ലി മാസി ആയിട്ടുള്ള ഒരു സാധനം നീ പിടിച്ചോന്ന് പറഞ്ഞു. വാട്ട് എവർ യുവർ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളൊക്കെ വിട്ടേക്ക് ആൻഡ് തിങ്ക് ഔട്ട് സൈഡ് ദ ബോക്സ് എന്നുള്ളൊരു സാധനം നിസാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. நான் இந்த த்ரில்லர் ஃபிலிம் எனக்கு தான் ஃபஸ்ட் ஃபில்மு. அதனால் என்ன அவர் இதில் செலக்ட் பண்ணது காரணமே அதான். வேற ஒரு பெர்ஸ்பெக்டிவ் இதெல்லாம் இருக்கும் அப்படின்னு பண்ணாங்க. ഈ ബാലൻ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു സീക്വൻസിലേക്ക് ആക്ച്വലി ഒരു റെഗറ്റോൺ ബീറ്റാണ്, ഈ ഒരു ടൈപ്പ് ബീറ്റാണ്. ആ സാധനമാണ് പിന്നെ മസ്റ്റാങ് എടുത്ത് പോകുമ്പോൾ കുറച്ചും കൂടെ ഒരു ലൗഡ് സാധനമാവുന്നത്. பேரம்பல சாரோட அந்த டெடிக்கேஷனாக வர்றது டிசம்பரில் ஷூட் நடக்குது. 5 o'clock வந்து 4 டிகிரியில் எப்படி இருக்குன்னு யோசிச்சு பாருங்கள். டிசம்பரில் நம்ம ஸ்டெப்போடு எடுத்து வைக்க முடியாது, அவ்வளோ ஐஸாக இருக்கும். அப்படி டெம்பரேச்சரு அவர் எப்படியெல்லாம் அந்த சினிமாவை லவ் பண்ணுறாங்கன்றது இருக்குல்ல, அது அட்மையர் பண்ணியிருக்காங்க. ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികൾ. ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തേനി ഈശ്വർ സാറും മിഥുൻ മുകുന്ദനുമാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഓസിലറിന്റെ വിജയത്തിന്റെ സന്തോഷത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. എങ്ങനെയുണ്ട്, എന്താണ് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ? വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മൾ വളരെ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തൊരു സിനിമ അത് ഈ ഒരു രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു. ഐ മീൻ സിനിമ വിജയിക്കണം എന്നാണ് എപ്പോഴും എല്ലാവരും പ്രതീക്ഷിക്കുക. പക്ഷേ ഇത്തരം ഒരു വിജയമാവുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം എനിക്ക് എപ്പോഴും അതൊരു പേടിയാണ്, അധികം ആഗ്രഹിച്ചിട്ട് നമ്മൾ ഇതായി പോകുന്നുണ്ട്. പക്ഷേ വളരെയധികം സന്തോഷമുണ്ട്. അത്രയും ഹൗസ്ഫുൾ ഷോസും ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് വളരെ സന്തോഷമുണ്ട്. തേനീശ്വർ സാർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊമോഷൻ സൈഡിൽ ഇരിക്കുന്നത് അല്ലേ മലയാള സിനിമയില്? അപ്പം നമ്മള് മുമ്പ് സാറിന്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ മലയാളത്തിലെ നൻപുകൾ നേരത്ത്, പുഴു തുടങ്ങിയ സിനിമകളൊക്കെ ഹിറ്റായ സമയത്ത് എല്ലാവരും അന്വേഷിച്ച ഒരു ആളാണ് തേനീശ്വർ സാറ്. അപ്പൊ ഞങ്ങളുടെ കയ്യിലേക്ക് ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് മലയാളത്തിലേക്കുള്ള ഒരു എൻട്രി? ஃபர்ஸ்ட் டைம் இந்த மாதிரி நான் இங்கே வந்து கலந்துக்கிறது ரொம்ப சந்தோஷமாக இருக்குது. ப்ரீவியஸ் மூவிஸ்லாம் என்னால் இங்கே வந்து இருந்துக்க முடியல, பிகாஸ் நான் ஷூட்டில் இருந்ததுனால. எக்ஸ்பெஷலி ஓஸ்லரில் அது கிடச்சிருக்கு சந்தோஷம். அண்ட் ஃபில்மாக ரொம்ப பெரிய ரீச்சு அண்டு எல்லோரும் ரொம்ப கொண்டாடுறாங்க. ரொம்ப சந்தோஷமாக இருக்குது தருணம். தொடர்ந்து மலையாள சினிமாவில் வந்து எல்லா ஃபில்ம்ஸுமே வந்து அக்ளைம்டு ஃபில்ம்ஸாக இருக்கிறது ரொம்ப ஹாப்பியாக இருக்குது. ആൻഡ് ഓസ്ലറും അത് മാതിരി വന്നത് ரொம்ப സന്തോഷം. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് മേൽക്ക് തുളസിമ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഒരു ഫംഗ്ഷനിൽ മമ്മൂക്ക സംസാരിച്ചു സാറിനെ പറ്റി. അപ്പം ആ ഒരു ഇൻസിഡന്റ് ആയിരിക്കുമോ മലയാള സിനിമയിൽ മമ്മൂക്കൊപ്പം വർക്ക് ചെയ്യാനായിട്ടുണ്ടായ കാരണം? மம்முட்டி சார் வந்து பேரன்பு ஃபிலிம் சார் கூட ஒர்க் பண்ணேன். அந்த ஃபிலிம் ஒர்க் பண்ணும்போது தான் அதுக்கு முன்னாடி தான் மேற்கு தொடர்ச்சி மலை ஃபிலிம் அது சார் பார்த்தாங்க. அதில் சார் ஒர்க் ரொம்ப பிடிச்சிருந்தது என்னோடய ஒர்க்கு. அண்ட் பேரன்புலையும் என்னோடய ஒர்க் ரொம்ப பிடிச்சிருந்தது சாருக்கு. அதனால தான் என்னை இங்கே சார் தான் கூட்டிகிட்டு வந்தாங்க. மலையாளமில் ஃபஸ்ட் ஃபிலிம் வந்து புழு அண்ட் நண்பர்கள் நேரத்து மயக்கம், இப்போது ஓஸ்லர் பண்ணோம். അപ്പം മമ്മൂക്കയ്ക്ക് ഫ്രെയിം വെക്കുമ്പോൾ സാർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? சாரோட நடிப்பு தான் எனக்கு வந்து மேஜிக்காக இருக்கும். ஒவ்வொரு ஃபில்ம்லேயுமே நான் ஒர்க் பண்ண இந்த 4 ஃபில்ம்லேயுமே டிஃப்ரெண்ட் கேரக்டர்ஸ் பண்ணியிருப்பாங்க. 4மே ரெகுலரான ஹீரோக்கள் பண்ணுற எந்த இதுவுமே கிடையாது. இப்போ 4 படத்துலையுமே
அது என்னை பெருசாக பிரமிக்க வைக்கும். இட்ஸ் லைக் பிரமிக்க வைக்கும் மீன் அட்மையர் பண்ணும். சார் எனக்கு அந்த மேஜிக்கு சார்கிட்ட கேட்கும்போது நான் கேட்டிருக்கேன், சார் நீங்கள் இந்த இது எப்படி சார் அது கொஞ்சம் கூட நடிப்பாகவே தெரியாது சார் பண்ணும்போது, ஒரிஜினலாக இருக்கும் அது, அப்படி எப்படி சார் அப்படின்னு கேட்கும்போது அந்த கேரக்டருக்குள்ளே நான் போயிட்டு அதுவாக மாறிடுவேன் நான் அப்படின்னு சொல்லி சொன்னாங்க. அது இந்த சாரோட இந்த ஒரு ஜேர்னி, இவ்வளோ எக்ஸ்பீரியன்ஸ் இந்த ஃபிலிம் இண்டஸ்ட்ரிக்குள்ளே, அதெல்லாம் நம்ம பார்க்கும்போது பிரமிப்பாக இருக்கும். அப்படி ஒரு பெரிய ஒரு ஸ்டார் கூட நம்ம ஒர்க் பண்ணுறது இட்ஸ் எ வெரி கிஃப்டடு. അത് തുടർന്ന് കണ്ടിന്യൂ ആവണമെന്ന് നിனைக்கிறேன். ഓക്കെ, അങ്ങനെ തന്നെ ആവട്ടെ. രണ്ടുപേരോടായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓസിലറിൽ മമ്മൂക്കയുടെ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ ഉണ്ട്. അവിടെ ഫ്രെയിമും മ്യൂസിക്കും ഒരേപോലെ വരുമ്പോൾ അവിടെ ഒരു മാജിക് സംഭവിക്കുകയാണ്. ഞങ്ങളൊക്കെ തിയേറ്ററിൽ ഇരുന്നിട്ട് ഇങ്ങനെ രോമാഞ്ചം കൊണ്ട് കൈയടിച്ച ഒരു സീനാണ്. അത് എങ്ങനെയാണ് ഇത് ഇങ്ങനെയും ഒരുമിച്ച് ഇത്രയും മനോഹരമായി തീർത്തത് നിങ്ങൾ രണ്ടാളും കൂടെ? ഫ്രെയിം വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് ചിന്തിച്ചിരുന്നോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തിയേറ്ററിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, അതായിരുന്നു ആ സീൻ ചെയ്യുമ്പോഴുള്ളൊരു എൻഡ് ഗോൾ എന്ന് പറയുന്നത് അതായിരുന്നു. അതായത് തിയേറ്റർ വെടിക്കണം, ആ ഒരു സംഭവം ആയിരിക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞത്, എനിക്ക് സംസാരിക്കുന്ന എൻ്റെ വർക്കിൻ്റെ കാര്യം എപ്പോഴും ലാസ്റ്റ് സ്റ്റേജിൽ വരുന്ന ഒരാളാണ് ഞാൻ സിനിമയിലേക്ക്, എൻ്റെ വർക്ക് വരുന്നത്. അപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ ആ സ്ക്രീൻ പ്രസൻസ് അതുപോലെ ക്യാപ്ചർ ചെയ്യാൻ തേനി സാറിൻ്റെ ഫ്രെയിം, പിന്നെ ഇതെല്ലാത്തിൻ്റെ ഉപരി മിഥുൻ മാനുവൽ തോമസ് എഴുതിയ ആ ഒരു, കാരണം ജസ്റ്റ് മമ്മൂട്ടി വരുന്നത് മാത്രമല്ല, ആ സീനിൽ നമ്മൾ അത്രയും ആകാംക്ഷയോടെ ഈ മനുഷ്യൻ്റെ ഫേസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ആ സീൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെ കൂടി വന്നപ്പോഴേക്കും എനിക്ക് സ്കോർ ചെയ്യാനിരിക്കുമ്പോൾ എനിക്ക് തന്നെ ഗൂസ് ബംസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഓഡിയൻസിന് അതിൻ്റെ ഒരു 10 ഇരട്ടി കിട്ടണം എന്നുള്ളൊരു എയിം വെച്ചിട്ടാണ് ഞാൻ മ്യൂസിക് ചെയ്യുന്നത്. എന്തോ ഉള്ളിലേക്ക് കേറിയിരിക്കുന്നു. எக்ஸ்பெஷலி மிதுன் கூட ஒர்க் பண்ண சொல்லணும். ஏன்னா மிதுன் இட்ஸ் எ வெரி குட் டைரக்டர், வெரி குட் ஹியூமன் பீயிங் அண்ட் வெரி ஃப்ரெண்ட்லி. ரொம்ப நல்ல மனுஷன் அவர். இந்த சீக்வன்ஸ் பர்டிகுலராக பண்ணும்போது அது வந்து ஆக்சுவலி ஒரு 500 ஃப்ரேம்ஸ் சாரோட என்ட்ரி வர்றது. அங்கே நாங்கள் ஆன் ஸ்பாட்டில் பேசும்போது அதுக்கு முன்னாடியே பேசியாச்சு, சாரோட இன்ட்ரோ இந்த மாதிரி வேணும் அப்படின்னு எல்லாமே பிளான் பண்ணியாச்சு. அது மியூசிக்கலாக எப்படி வரப்போகுதுன்னு அங்கேயே அவர் டிசைன் பண்ணியிருந்தாங்க மிதுன், இப்படி வேணும் அப்படின்லாம் இருக்குது அப்படின்னு சொல்லிட்டு. அது சிங்கிள் 2 டேக்ஸ், ஐ திங்க் 2 or 3 டேக்ஸ் நினைக்கிறேன். அந்த மொமெண்ட் பண்ணும்போது எங்களுக்கு வந்து நான் வச்சு டைரக்டர் தான் வர சொன்னேன், இது நீங்கள் வாங்க அப்படின்னு ஒரு மானிட்டர் பார்த்துடலாம் சார் வர்றதுக்கு முன்னாடி அப்படின்னு ஃபுட்டேஜ் கூட இருக்கு இன்னும். ஸோ மிதுன் வந்தார், பார்த்துட்டு அது அங்கே இப்போ நம்ம பார்க்குற அந்த கூஸ் பம்ப்ஸ் அங்கே வந்து எங்களுக்கு மானிட்டரில். ஸோ அது நிறைய பெருசாக வந்து അല്ല, സാറ് പറഞ്ഞതുപോലെ മിഥുൻ മ്യൂസിക്, അതായത് ഇൻഫാക്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ ഇവിടെ വന്ന് ഇവരെല്ലാവരും പരിചയപ്പെടും, മിഥുനെ മാത്രമേ എനിക്ക് അതുവരെ പരിചയം ഉണ്ടായിരുന്നു. അപ്പം ഇവരെയൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ട സമയം ഞാൻ ശ്രദ്ധിക്കായിരുന്നു, നമ്മുടെ ഫ്ലാഷ് ബാക്കിൽ അഭിനയിച്ച പിള്ളേരുണ്ട്, അവരോടൊക്കെ മിഥുൻ പറഞ്ഞു കൊടുക്കായിരുന്നു, ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. കാരണം ഞാൻ പറയായിരുന്നു, ജഗദീഷ് ഏട്ടൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ടാണ് എനിക്കൊരു മ്യൂസിക് വന്നത്. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ആക്ടേഴ്സിനോട് പറയുന്നു, ഈ ഒരു സാധനം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, പെർഫോമൻസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴൊക്കെ ചിലപ്പോൾ ഐ എം ഷുവർ മിഥുൻ്റെ മനസ്സിലാകുന്നുണ്ടാവും, ഈ സീനിൽ മ്യൂസിക് ഇങ്ങനെ പോകണം, അതായിരിക്കും അവിടെ എലിവേഷൻ എന്നുള്ള ആ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ നമ്മളൊരു സീൻ മാത്രമല്ല, ആ ഫുൾ പ്രോഡക്റ്റിന് അദ്ദേഹത്തിന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ആ ഒരു ആസ് എ ഡയറക്ടർ അയാളുടെ ബ്രില്യൻസ് അവിടെയാണ്. പിന്നെ അത് ഞങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അത് ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു. പക്ഷെ ആ ഒരു വിഷൻ ഉണ്ടാവണം. அது ரெண்டுமே, அது ஜெயராம் சாரோட என்ட்ரி அண்ட் மம்முட்டி சாரோட என்ட்ரி ரெண்டுமே அவர் வந்து மிதுன் வந்து പ്ലാൻ பண்ணியிருந்தார். അത് இப்படி இருக்கணும், ഇത് இப்படி വേണോ. ഒരു സിനിമ എന്ന് പറയുമ്പം ഓൾറെഡി ഇപ്പം ക്യാമറയിലുള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഐഡിയ ഉണ്ട്, ഇങ്ങനെ ഒരു സാധനമാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്റ്റോറി ഓൾറെഡി പറയുന്നുണ്ട്. പക്ഷെ മ്യൂസിക്കിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിലേക്കാണ് വരുന്നത്. അപ്പൊ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്, അവിടെ എങ്ങനെയായിരിക്കും, എങ്ങനെ മ്യൂസിക് ചെയ്യണം, അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഏതൊരു മൊമെന്റിലായിരിക്കും? അല്ല, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്കോറുകളൊക്കെ വളരെ ഈസി ആയിരുന്നു എന്ന് ഞാൻ പറയും. ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമ്മൾ അത്രയും വർക്ക് ചെയ്യണം, ഇപ്പോൾ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി ലെവലിലേക്കൊക്കെ എത്താനുള്ള സമയം, പക്ഷേ ഐഡിയ വരുന്നത് വളരെ ഓർഗാനിക് ആയിട്ട് വരും.
കാരണം ഇത് തന്നെയാണ്, ഇത്രയും ആൾക്കാർ വർക്ക് ചെയ്തു, അവരെല്ലാവരും അവരുടെ ജോലി നന്നായി ചെയ്തു, ആ പ്രൊഡക്റ്റ് ആണ് ബേസിക്കലി നിങ്ങൾ കാണുന്ന സിനിമ ഉണ്ടല്ലോ, അതിൽ മ്യൂസിക് ഇല്ലെങ്കിൽ അതാണ് ഞാൻ കണ്ടത്. മനസ്സിലായി? അതാണ് ഞാൻ ചോദിച്ചത്, അത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത്. അത് പിന്നെ ഓഫ് കോഴ്സ് ആ ഒരു എന്താ പറയാ, ഒരു സീൻ കണ്ടിട്ട് അവിടെ ഇവിടെ മ്യൂസിക് വരാം എന്നുള്ളൊരു ഒരു മേ ബി ഇൻബോൺ എന്ന് പറയാവുന്നൊരു സംഭവമാണ്. എനിക്ക് ആ ഒരു ഇൻസ്റ്റിങ് ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. പക്ഷെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിലും അതിനെ ഗൈഡ് ചെയ്ത്, ഇപ്പം എനിക്ക് ചിലപ്പോൾ 3 ഐഡിയാസ് ഉണ്ടാവും, പക്ഷെ ഇതിൽ ഏതും ഐഡിയ എടുക്കണം, ഈ ഐഡിയ എടുത്താലാണോ സിനിമയുടെ ടോൺ സെറ്റ് ആവുക, ഇതൊക്കെ ഞാൻ ഒരു സ്കോറിൽ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഫസ്റ്റ് റീലിൽ അല്ലെങ്കിൽ ആദ്യത്തെ 10 മിനിറ്റിൽ ചെയ്തൊരു മ്യൂസിക്കും ലാസ്റ്റ് 10 മിനിറ്റിലെ മ്യൂസിക്കും ടോട്ടലി ഡിഫറെന്റ് സിനിമ മാതിരി തോന്നരുത്. ദർ ഷുഡ് ബി എ കണക്റ്റിംഗ് ഫാക്ടർ. അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അതിലൊക്കെ എനിക്ക് ഗൈഡൻസും ആ ഒരു ഐഡിയാസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഡയറക്ടറുടെ കൂടെയാണ്. എന്നെ കുറച്ചു മുമ്പ് ഞെട്ടിച്ചൊരു കാര്യം, മിഥുൻ ചേട്ടൻ ഡോക്ടർ ആയിരുന്നു. അതെ, ഡോക്ടർ ആ ജോലി രാജിവെച്ചിട്ടാണ് ഇതിലേക്ക് വന്നല്ലേ? അതെ അതെ അതെ, അങ്ങനെ ഒരു സാഹസത്തിൽ ഞാൻ മുതിർന്നിരുന്നു. അത് വേറെ ഒന്നല്ലെന്ന് വെച്ചാൽ, പേരൻസിന്റെ അടുത്ത് ഒരു 11ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് മ്യൂസിക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞ സമയത്ത് ആ ഒരു എന്താ പറയുക, നമ്മുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാന്ന് പറയുന്ന ഒരു അഡ്വൈസ് ഉണ്ടല്ലോ. അങ്ങനെ ഓക്കെ ശരി, ഒരു ഡിഗ്രി എന്ന നിലയിൽ MBBS ചെയ്തു വന്നപ്പോൾ ഐ വാസ് എൻജോയിങ് ഇറ്റ്. നല്ലൊരു പ്രൊഫഷൻ തന്നെയാണ്. ഞാനൊരു 1.5 വർഷം വർക്കും ചെയ്തിരുന്നു ബാംഗ്ലൂർ. പക്ഷെ ബാംഗ്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കാരണം തന്നെ മ്യൂസിക്കിൽ முடிச்சிட்டு அதுக்கப்புறம் தான் சார் பெங்களூர்ந்து ஐ மூவ் டு பெங்களூர் பிகாஸ் எங்கேயாவது ஒரு ஆப்பர்ச்சுனிட்டி கிடைக்கணும், இதர் மலையாளம் இண்டஸ்ட்ரி ஆர் கன்னடா இண்டஸ்ட்ரின்னு அங்கே போனேன். பட் ஐ திங்க் அரௌண்ட் 1.5 years 2 years later I signed my first film. அது ஆனதுக்கப்புறம் then both balancing is just not possible. அப்போ അങ്ങനെയാണ് അത് വിട്ടത്. மெடிக்கல் உள்ள போய் அவளை படிச்சு முடிச்சு வந்து வீட்டில் பேரண்ட்ஸ் ஒத்துக்கிட்டதான் பெரிய அதுக்கப்புறம் വേറെ ചോയ്സേ கிடையாது. പഠിക്കാൻ പറഞ്ഞു, പഠിച്ചു, പ്രൊഫഷൻ ഉണ്ടാക്കി, അപ്പൊ ഇനി വേറെ ചോയ്സ് ഇല്ല അവരുടെ കയ്യിൽ. അതാണ് അവസ്ഥ. അപ്പം സാറ് എന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ പ്രീവിയസ് സിനിമയെ പറ്റി സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് മാമന്നൻ സിനിമയാണ്. മാമന്നൻ സിനിമയില് അദ്ദേഹം മുകളിൽ നിൽക്കുമ്പോൾ താഴെ ഇങ്ങനെ കുറെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീന് വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. എങ്ങനെ അത്തരത്തിലുള്ള ഒരു ഫ്രെയിമുകൾ വെക്കുന്നത് എങ്ങനെയാ? அது எப்படி சொல்றதுன்னா, அந்த கேரக்டரைசேஷன் ஸ்கிரிப்ட் டிமாண்டிங் இருக்கு. பொதுவாகவே இப்போ நல்ல சினிமாட்டோகிராஃபி இது எல்லாமே ஸ்கிரிப்ட் கொடுக்குறது தான். அந்த ஸ்கிரிப்டோடைய டிமாண்டில் அது கிடைக்குது. அப்படி இப்போ மாமன்னனில் பார்த்தோன்னா வடிவேல் கேரக்டர் வந்து வெரி இம்பார்ட்டண்ட்டான ஒரு கேரக்டர். அந்த கேரக்டர் வந்து கேரக்டரைசேஷனாக ஒரு டிஸ்கிரிமினேஷன் இருக்குது அதுக்கு. அது எல்லாரும் தனியாக லோன்லியாக விட்டுட்டாங்க. ஆனால் அந்த கேரக்டருடைய பேர் வந்து மாமன்னன். அதோட பேர் அவருடைய பேர் மாமன்னன். இப்போ ஒரு மாமன்னன் லோன்லியாக அப்படி ஒரு மவுண்டெயினில் நின்னாதான் அதோட வேல்யூ നമുക്ക് ഇമ്പാക്റ്റ് ആகும் ஆடியன்ஸுக்கு. ആ ഒരു സീനായിരിക്കും നമുക്കത് മനസ്സിലാക്കി തരുന്നത് അല്ലേ? அது அப்படி வரும்போது அந்த லொக்கேஷனை அப்படி ஒரு பேக்ட்ராப்லாம் ஃபிக்ஸ் பண்ணி அப்போ அதை எஸ்டாப்ளிஷ் பண்ணும்போது அது இன்னும் எப்படி அட்மையர் பண்ணி அந்த ஷார்ட்டை பிளான் பண்ணுறது அப்படின்னு பண்ணி എനിക്കും എൻ്റെ ഫേവറേറ്റ് മൂവീസിൽ ഒരെണ്ണമാണ്. പക്ഷെ ആ ഷോട്ട്, അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീക്വൻസ്, அது ஒவ்வொரு ஸ்கிரிப்ட்லையும் நான் மேக்ஸிமம் அந்த ஸ்கிரிப்டுக்குள்ள கேரக்டர்ஸை எப்படி சினிமாட்டோகிராஃபியில் எலிவேட் பண்ண முடியும் அப்படின்னு ஒர்க் பண்ணிக்கிட்டே இருப்பேன் நான். அந்த கேரக்டரைசேஷன் வந்து நம்மளுக்கு கனெக்ட் ஆகணும், ஆடியன்ஸுக்கு கனெக்ட் ஆகணும். ஏன்னா டைரக்டருடைய விஷன் அதுதான். இன் பிட்வீன் ஆடியன்ஸ் டு ஸ்கிரிப்ட் கனெக்ட் பண்ணுற ஒரு பிரிட்ஜ் நம்ம സിനിമാറ്റോഗ്രാഫി. സോ அப்படி தான் അത് பண்ணிட்டு. നൻപകളിലേക്ക് വരികയാണെങ്കിൽ, നൻപകളിൽ മമ്മൂക്ക നടന്നു വരുന്ന സീനുണ്ട്. ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ നെൽപ്പാടത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സീനുണ്ട്. അതേപോലെ തന്നെ വേറൊന്നുണ്ട്, വണ്ടി അതിലേക്കൂടെ ഇങ്ങനെ ഓടിപ്പോകുമ്പോഴത്തേക്ക് ഒരു വൈഡ് ഷോട്ടാണ്, നമ്മളും കൂടെ നടക്കാണ്, അല്ലെങ്കിൽ ക്യാമറ കൂടെ നടക്കാണെന്നുള്ളൊരു ഫീലാണ് വരുന്നത്. അവിടെയും സാറിന് ഒരു ബ്രില്യൻസ് അവിടെ കാണാൻ പറ്റും. അതിൽ ലിജോ സാറിന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, അതോ സാറിന്റെ മാത്രം ബ്രില്യൻസ് ആയിരുന്നു അവിടെ നമ്മൾ കണ്ടത്? இல்லை, அதான் ஸ்கிரிப்ட் சொன்னேன்ல, ஸ்கிரிப்ட் அண்ட் லிஜோ இட்ஸ் அ கிரேட் டைரக்டர். அவங்க வந்து அந்த வைடு அது ரொம்ப பிடிச்சிருந்தது. ஆக்சுவலி அந்த பர்டிகுலர்லி பஸ் வந்து நிற்கிற அந்த இடம் டைரக்டர் கன்வின்ஸ் ஆகலை. மீன் ஷூட் போயிட்டுருக்கு, ஷூட் முடிச்சுட்டு இல்லாட்டி ஷூட் போகிறதுக்கு முன்னாடி அந்த லொக்கேஷன் சர்ச் பண்ணிட்டே இருப்போம் டெய்லி.
ப்ரீவியஸ்லி ஷூட் போகிறதுக்கு ப்ரீவியஸ்லி 1 மந்த்து அந்த லொக்கேஷனுக்காக ஹண்ட் பண்ணிகிட்டே இருக்கோம், கிடைக்கல. அப் டு தமிழ்நாடு ஃபுல்லாக ட்ராவல் பண்ணியாச்சு. தமிழ்நாடு இன்டீரியர் வில்லேஜஸ் ஃபுல்லாக போகிறோம். அங்கே தான் இந்த மாதிரியான லேண்டு இருக்கும். அதுக்கும் நல்ல டெப்த்து வில்லேஜஸ்லாம் போகணும். அப்புறம் எனக்கு தெரிஞ்சு என்னோட சைடில் இருந்தும் நிறைய ட்ரை பண்ணிட்டு இருந்தும் கிடைக்கல. அன்ஃபார்ச்சுனேட்லி டெய்லி ஷூட் போகிறப்போ ஒரு நாள் இந்த பக்கம் ஒரு லொக்கேஷன் இருக்குது போகலான்னு சொல்லி டேரக்டர்கிட்ட சொன்னேன் நான். அப்போ அவர் ஓகே அப்படி சொல்லிட்டு அந்த வேலை திரும்ப அந்த லொக்கேஷன் போய் அங்கே லாக் பண்ணோம். அந்த லொக்கேஷன் பார்த்துட்டு அவருக்கு அது பிடிச்சிருந்தது. ஒரு வைடு ஷாட் வந்து பிளான் பண்ணுறது அது டைரக்டருடைய டைமிங், ப்ரொடக்ஷனுடைய வேல்யூ, டைம் டியூரேஷன் இது எல்லாமே இருக்குது. அப்புறம் சார் மம்முட்டி சார் மாதிரியான ஒரு ஆர்டிஸ்ட் வந்து அவ்வளோ தூரம் பெர்ஃபார்ம் பண்ணணும். ஸோ இதெல்லாம் சேர்ந்தது தான் த பியூட்டிஃபுல் ஷாட் கிடைக்கும். அப்போது டைரக்டர் வந்து கான்ஃபிடென்ட்டாக இப்படி தான் வேணும்னு சொல்கிறாங்க, இந்த மாதிரி வைடு வேணும்னு சொல்கிறாங்க. அந்த வைடு அந்த ரோட்லேருந்து அந்த உள்ள தோட்டத்துக்குள்ளே போனோம். அது உள்ள ஃபுல்லாக இது வரைக்கும் சகதி ஆகிட்டதுன்னு சளியா சளி கரெக்டா அது இருக்கும். அது உள்ளே தான் கேமரா தூக்கிட்டு போகணும். டைரக்டர் வந்துடுவார் உள்ள, அங்கே போகலாம் சொல்லி போகலாம், அங்கே போய் வைக்கணும் அப்படி சொல்லி அங்கே வச்சு நைட்டு டே எல்லாத்துக்கும் டேக்கு திரும்ப எடுத்துகிட்டு போகணும், நைட்டு திரும்ப எடுத்துகிட்டு போகணும். ஒரே நாள் பண்ண முடியாது, சபல் பண்ணி அப்படி എല്ലാം. ഇവിടെ റോഷാക്കിലേക്ക് വരികയാണെങ്കിൽ റോഷാക്കിലെ ഒരു മരണ വീട്, മരണം കഴിഞ്ഞിട്ട് സാധാരണ ഒരു സിനിമയാണെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു സാഡ് ബീജിയം അങ്ങനെയാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഒരു ഇംഗ്ലീഷ് ടച്ചില് ഒരു ഇംഗ്ലീഷ് സോങ് ആണ് അവിടെ പ്ലേ ചെയ്യുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇംഗ്ലീഷ് സോങ്, പ്രത്യേകിച്ച് മരണത്തിന്റെ ഇടയിൽ അങ്ങനെ ഒരു മലയാള സിനിമയിൽ ഒരു ഇംഗ്ലീഷ് ടച്ചുള്ള ഒരു സോങ് വരാനായിട്ടുള്ള കാരണം എന്താണ്? ഇതൊരു റെപ്പറ്റേഷൻ എന്ന് തോന്നിയേക്കാം, പക്ഷെ സാറ് പറഞ്ഞ പോലെ അതിന് സ്ക്രിപ്റ്റാണ് അതിൻ്റെ കാരണം സമീർ അബ്ദുൾ എന്ന് പറയുന്നത് അദ്ദേഹമാണ് എഴുതിയത്, നിസാം ബഷീറിന്റെ ഡയറക്ഷൻ. ഇവർ രണ്ടുപേരും എന്നോട് ആ ഒരു സീക്വൻസ് സമീർ എനിക്ക് ഫ്ലാറ്റിൽ വന്നിട്ട്, ബാംഗ്ലൂർ എൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ടാണ് നറേറ്റ് ചെയ്തത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു വിഷ്വൽ അതാണ്. ഒരു മനുഷ്യൻ, അതും നമ്മുടെ നാട്ടിലൊരു മരണം നടന്നാലുള്ള ഒരു ഇമേജ് നമ്മുടെ മനസ്സിലുണ്ടല്ലോ, പക്ഷെ ഒരു മനുഷ്യൻ സൂട്ട് ഇട്ടിട്ട് അതും ആ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ വീട്ടിന്റെ മുന്നിൽ നടുമുറ്റത്ത് കസേര ഇട്ടിട്ട് ഇരിക്കുക. അപ്പം ഇറ്റ് ഹാസ് ടു സൗണ്ട് വിയേർഡ്, ഇറ്റ് ഹാസ് ടു സൗണ്ട് ഔട്ട് ഓഫ് പ്ലേസ്. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമായിരിക്കരുത്, കാരണം സംഭവിക്കുന്നതും പ്രതീക്ഷിക്കാത്തതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു പ്ലാനിലേക്ക് പോയതാണ്. പിന്നെ അപ്പോൾ നിസാം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നീ ഒരു തരത്തിലുള്ള ഒരു ഗ്രാമ പശ്ചാത്തലത്തിന്റെ മ്യൂസിക്കോ അല്ലെങ്കിൽ വിഷാദ ഭാവത്തിന്റെ മ്യൂസിക്കോ ഒന്നും പിടിക്കണ്ട, നീ കംപ്ലീറ്റ്ലി മമ്മൂക്കെ ഒരു തരം ഒരു വളരെ വിയേർഡ് ബട്ട് സ്ലൈറ്റ്ലി മാസി ആയിട്ടുള്ള ഒരു സാധനം നീ പിടിച്ചോന്ന് പറഞ്ഞു. ചെയ്തു വന്നപ്പോഴും ഒരു കൺട്രി റോക്ക് ഫീലാണ് വന്നത്. വിഡിൻ പ്ലാൻ, ഞങ്ങൾ ആദ്യം ലിറിക്സ് ഒന്നും പ്ലാൻ ചെയ്തിരുന്നില്ല, പക്ഷെ ചെയ്തു വന്നപ്പോൾ നിസാമും ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ഇതൊരു പാട്ടാക്കിയാൽ കൊള്ളാമല്ലോ, കാരണം ആ ഒരു അങ്ങനെ ഒരു സാധനം അതിന് എടുത്തിട്ട്. പിന്നെ എസ് എ എന്ന് പറയുന്നത് നമ്മുടെ മണവാളം തക്കൊക്കെ ചെയ്ത അദ്ദേഹം വന്ന് അതിനകത്ത് ലിറിക്സ് കൂടി ആഡ് ചെയ്തപ്പോഴേക്കും അത് വേറൊരു ലെവലിലേക്ക് പോയി. അത് ലിറിക്സ് മാത്രമല്ല, അയാൾ പാടുമ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അദ്ദേഹത്തിന്റെ വോയിസിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതൊക്കെ വന്നപ്പോഴേക്കും പിന്നെ as I said, the lyrics, the voice, the actor, his swag, അതൊക്കെ കൂടെ ആയപ്പോഴേക്കും അതൊരു പ്രത്യേക അനുഭവമായത്. അതെ, തീർച്ചയായിട്ടും ഞങ്ങൾക്കും. ഓക്കെ, ഇതില് വീണ്ടും ഞാൻ ഇതിലേക്ക് തന്നെ വരാണ്, നൻപുകളിലേക്ക് തന്നെ വരാണ്. അത് എനിക്ക് തോന്നുന്നു സാറിന് ഇപ്പോഴും കിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ചേരം സംസാരിക്കാം. അപ്പൊ നൻപുകളിലേക്ക് വരുമ്പോഴത്തേക്കും മമ്മൂക്ക ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ക്ലൗഡ് നമ്മളെ കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ പാടങ്ങളുടെ ഒരു വിഷ്വലും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അതിന് ഇന്റർനാഷണൽ ഷോട്ട്സ് എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം ഒരു ഗ്രാമീണ പശ്ചാത്തലമുള്ള ഒരു സിനിമയിൽ വർക്കൗട്ടായി? ஒரு கேரக்டர் இன்னொரு உடம்புக்குள்ள போற ஒரு விஷயமா இருக்கு. അതെ, அது வந்து இயற்கையான விஷயமா பார்க்க முடியாது. அட் த சேம் டைம் அப்படி நடக்கிறதுக்கான பாசிபிலிட்டிஸ் எங்கள் தமிழ் கல்ச்சருக்குள்ளே நிறைய நடக்குது. அப்படி இருக்குது. அது வந்து ഇങ്ങയും இருக்குன்னு நினைக்கிறேன், மேபி தெரியல. கூடு விட்டு கூடு பாயிறது, അത് മാജിക്കിലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൂട് വിട്ട് அப்படி கூடு விட்டு கூடு பாயிறது. இல்லைன்னா இன்னும் கூட தமிழில் வந்து முனி அடிச்சிருச்சுன்னு சொல்லுவாங்க. முனி அடிச்சிருச்சு, அப்புறம் பேய் பிடிச்சிருச்சு, இது எல்லாமே வந்து இயற்கையான ஒரு உயிர் இன்னொரு உயிர்கிட்ட ஷிஃப்ட் ஆகுது அப்படிங்கிறத அந்த ஷார்ட் மூலமாக கனெக்ட் பண்ணுறதுக்காக, இப்போ வானம் பூமி இது எல்லாம் ஒன்று தான் அப்படின்றது. ஏன்னா வானம் அது எங்கேயோ இருக்குது, பூமி இது எங்கேயோ இருக்குது,
பட் இந்த மாதிரி தான் இந்த 2 கேரக்டர்ஸு எங்கெங்கேயோ இருந்து அப்படி வந்து போகிறாங்க அப்படின்ற மாதிரி வந்து இதெல்லாம் மீன் பண்ணுற ஒரு அதுக்கு மீனிங் சொல்ல முடியல. அப்புறம் இதுதான் இந்த கனெக்டிவிட்டி கூட അത് இருக்கும் அப்படின்னு சொல்லலாம். അത് ഇവിടെ ഇന്റർനാഷണൽ ഷോർട്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇന്റർനാഷണൽ മ്യൂസിക്കിന്റെ ആളാന്ന് തോന്നുന്നു. റോഷാക്ക് ഞങ്ങൾ കണ്ട സമയത്ത് ഞാനൊക്കെ വിചാരിച്ചത് വേറെ വെസ്റ്റേൺ പുറത്ത് രാജ്യത്തുള്ള ആരോ ചെയ്ത സാധനമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം റോഷാക്ക് പോലെയുള്ളൊരു സിനിമയ്ക്ക് ഒരു ഇന്റർനാഷണൽ ടച്ച് ഉള്ള മ്യൂസിക് വേണമെന്ന് പ്ലാൻ ചെയ്തതാണോ അതോ ആ കഥ കേട്ട് കഴിഞ്ഞിട്ട് അത് അങ്ങനെ ആക്കാമെന്ന് തീരുമാനിച്ചതായിരുന്നു? അല്ല, അത് ഒരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു. അത് ആക്ച്വലി ആ ഡിസിഷൻ നിസാമിൻ്റെതായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോഴും ഞാനും അതിൽ കൺവിൻസ്ഡ് ആയിരുന്നു. കാരണം ആ സിനിമയിൽ ഇപ്പം അതേ സിനിമയെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള മ്യൂസിക് നമുക്ക് ഇടാം. പക്ഷെ അതൊന്നും വേണ്ടാന്ന് നിസാം സ്റ്റാർട്ടിങ് തൊട്ടേ പറഞ്ഞത്. എല്ലാം വാട്ട് എവർ യുവർ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളൊക്കെ വിട്ടേക്ക് ആൻഡ് തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ് എന്നുള്ളൊരു സാധനം നിസാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിസാമിന് മ്യൂസിക്കിനെ കുറിച്ചൊരു പ്രത്യേക വിഷൻ ഉണ്ടായിരുന്നു. അയാൾ ആക്ച്വലി കുറേ ട്രാക്സ് ഒക്കെ എനിക്ക് പ്ലേ ചെയ്ത് തന്നിരുന്നു. ലൈക്ക് സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ വെരി വിയർഡ് ട്രാക്സ്. ആൻഡ് ആ ട്രാക്സിലാണ് അയാൾ പറഞ്ഞത് ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് തിങ് എന്ന് വെച്ചാൽ ഇത് കേട്ടിട്ട് ഐ ഡോണ്ട് നോ വാട്ട് ടു ഫീൽ. ചിരിക്കണോ, ഇത് സന്തോഷമാണോ സങ്കടമാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഗിവ് മീ മ്യൂസിക് ലൈക്ക് ദിസ്, ഇതായിരുന്നു മൂപ്പരുടെ ഒരു ബ്രീഫ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ഒരു ആദ്യത്തെ ഒരു 10 മിനിറ്റിന്റെ സ്കോറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു തരം ഫ്രീ ആയി. എന്തും ചെയ്യാം, ലൈക്ക് യു കൻ ട്രൈ വാട്ട് എവർ യു വോണ്ട് ബിക്കോസ് നിസാം അതിന് അക്സെപ്റ്റിംഗ് ആണ്. അപ്പൊ അങ്ങനെ ചെയ്ത അതുകൊണ്ടാണ് ഇപ്പൊ ഈ ബാലൻ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു സീക്വൻസിലേക്ക് ആക്ച്വലി ഒരു റെഗറ്റോൺ ബീറ്റാണ്, ഈ ഒരു ടൈപ്പ് ബീറ്റാണ്. ആ സാധനമാണ് പിന്നെ മസ്റ്റാങ് എടുത്ത് പോകുമ്പോൾ കുറച്ചും കൂടെ ഒരു ലൗഡ് സാധനമാവുന്നത്. അപ്പം അങ്ങനെ ഒരു സീനൊന്നും എനിക്ക് തോന്നില്ല ഒരിക്കലും നമ്മൾ അങ്ങനെ സ്കോർ ചെയ്യുന്നുള്ളത്. പക്ഷെ അതൊക്കെ ചെയ്യാനുള്ള ഒരു ധൈര്യവും ഒരു ഡയറക്ഷനും തന്നത് നിസാമായിരുന്നു. അത് അങ്ങനെ നിങ്ങൾ പ്ലേസ് ചെയ്തതാണോ? അപ്പം അത് അങ്ങനെ ഇത് ഇവിടെ വേണമെന്ന് തീരുമാനിച്ച് അവിടെ ഉറപ്പിച്ചു വെച്ച സാധനമാണ്? അതില് 2 കാര്യങ്ങളുണ്ട്. ഇപ്പം നിസാമിന് മസ്റ്റാങ്ങിന്റെ സൗണ്ട് വേണമായിരുന്നു. ലൈക്ക് ഹി വാണ്ടഡ് ആ മസ്റ്റാങ് സൗണ്ട്, ആ ഫോറസ്റ്റ് മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്നൊരു സാധനം ഉണ്ടായിരുന്നു. മ്യൂസിക്കിൽ ആക്ച്വലി അങ്ങനെ ഒരു എലിവേഷൻ നിസാമിന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ആ സാധനം അയച്ചു കൊടുത്തപ്പോൾ നിസാം ഇത്ര വേണോ, നമ്മൾ ഇതിന് ഇത്രയും മാസ് ആക്കണോ എന്ന് ഞാൻ കിടക്കട്ടെ, ഒരു വിസിലടിക്കാനുള്ള ഒരു മൊമെന്റ് നമുക്ക് അവിടെ വെക്കാം. പക്ഷെ എനിക്കത് സംഭവം ഭയങ്കര വർക്കായിരുന്നു. വെച്ചാൽ ഒരു പെട്ടെന്നൊരു ഇൻഫ്യൂഷൻ ഓഫ് എനർജി ഫാക്ടർ ഉണ്ടായിരുന്നു. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ലൂക്ക് ആന്റണി എന്ന് പറയുന്ന കഥാപാത്രം അത്രയും നേരം നമ്മളൊരു പാവമാണെന്ന് തോന്നിയിട്ട് അയാൾ പെട്ടെന്ന് ഇയാൾക്ക് എന്തോ ഒരു ഡാർക്കർ സൈഡ് ഉണ്ടല്ലോ എന്ന് നമുക്ക് ആദ്യം തോന്നുന്നത് മസ്റ്റാങ്ങിൽ ഇതിലാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതൊരു വലിയൊരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ നിസാം പെട്ടെന്ന് കൺവിൻസ്ഡ് ആയി, ബിക്കോസ് കേട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ തിയേറ്ററിൽ ഞങ്ങൾ മിക്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മസ്റ്റാങ് ശരിക്കും ആ ഒരു സമയത്ത് ആൾക്കാർ ഒന്ന് ഷോക്ക് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തതാണ്. ഓസ്ലറിക്ക് വരുവാണെങ്കിൽ ഇവിടെ നായിക ഒരു പ്രധാന തീരുമാനം എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എതിരെ വണ്ടി വന്നിട്ട് അവിടെ ഒരു ദുരന്തം സംഭവിക്കുന്നുണ്ട്. അപ്പം അവിടെ ഒരു കട്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ ഒരു എഡിറ്ററിന്റെ കഴിവ് നമ്മളവിടെ കാണുന്നുണ്ട്. അത് എങ്ങനെയാണ് സാധ്യമായിട്ട് അങ്ങനെ ഒരു ഷോട്ട് കട്ട് ചെയ്ത് എടുത്തതാണോ അല്ലെങ്കിൽ അത് എഡിറ്ററിന്റെ ബ്രില്യൻസ് ആണോ അവിടെ കട്ടിട്ട? அது ஷார்ட்ஸ், அது நிறைய ஷார்ட்ஸ் எடுத்திருந்தோம். ஆக்சுவலி அது வந்து ஒரு ஹாஃப் டே 1 டே இருக்கும். ஐ மீன் பண்ணது அது. அவங்க நடந்து போயிட்டு இருப்பாங்க, அவங்களுக்கும் மென்டலி டிஸ்டர்பாக இருக்கா அப்படி டைமில் தான் போய் அதில் பஸ்ஸில் ஹிட் ஆவாங்க. அப்படி தான் அது பிளானு. மல்டிபிள் ஷாட்ஸு ஹேவ் டு பிளான். அதுதான் அவங்க யூஸ் பண்ணது. அந்த செகண்டில் தான் அவங்க அந்த ஹிட் ஆகணும்னு எஸ்டாப்ளிஷ் ஆகணும்னு பண்ணது. அப்படி அது பிளான் பண்ணி எடுத்தது தான். சார் நான் ஒரு டவுட் கேட்கலாம். இப்போ அந்த லைக் வென் அவர் வாக் பண்ணி வரும்போது லைக் நீங்கள் 1 ஷாட் இட்டதுக்கப்புறம் அது ஃபுல் சீன் ப்ளே பண்ணுமா இல்லை ஜஸ்ட் அந்த ஆக்ஷன் பண்ண போதுமா? லைக் அவங்கள ஆக்டர்ஸ் இல்லை, அது வந்து ஹிட் பண்ணலை. அவங்க டுவர்ட்ஸ் கேமரா வருவாங்க, நம்ம இங்கேருந்து இப்படி போவோம். பஸ் உள்ள கேமரா இருக்கும், அவங்க டுவர்ட்ஸ் இப்படி வருவாங்க, அது கட். அவ்வளோதான். ஓ அவ்வளோதான். அதுக்கப்புறம் நெக்ஸ்ட் ஷாட். ஆமாம், அடுத்த ஹிட்டு வந்து இங்கே இருக்கும். அப்புறம் அந்த வைடில் அங்கேருந்து அவங்க போகிறது,
அப்புறம் திரும்ப இங்கே வந்து இப்படி போகிறது இதெல்லாமே பண்ணுவோம். എനിക്ക് ഷൂട്ടിങ്ങിനെ കുറിച്ച് ഒരു സാധനം ഞാൻ ആകെ ഇത്രയും സിനിമ ചെയ്തിട്ട് ഐ തിങ്ക് ഐ ഹാവ് ഗോൺ ടു സം 3 സെറ്റ്സ് അതൊക്കെ ഐ ഡോണ്ട് നോ കം ടു ഇൻ ഫ്യൂച്ചർ. സെറ്റിൽ വരേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അല്ലേ? വളരെ കുറവാണ്. പിന്നെ அது அந்த இடத்துல சொல்லணும்னா ஆர்ட் டைரக்ஷன் சொல்லணும். அவங்க எல்லாம் அது எல்லாம் அந்த பீரியட் மூடு எல்லாம் எடுத்து வந்தது. ആ ബസ് പോലും பஸ் അതെ, നല്ല ബസ്, രസമായിട്ട് ആ. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ப்ரொடக்ஷன் வந்து சொல்லணும் ரொம்ப இம்பார்ட்டன்ட். என்னன்னா அந்த பீரியட் ஃபில்மு உள்ள இந்த போர்ஷன்ஸ் ஒரு 20 மினிட்ஸ் பீரியட் எல்லாமே ரீக்ரியேட் பண்ணணும். ஆ. லொக்கேஷன்ஸு அந்த லொக்கேஷன்ஸு உள்ளார வந்து அன்வான்ட் விஷயங்கள் இப்போ லேட்டஸ்ட் மாடர்ன் விஷயங்கள் வராமல் பார்த்துக்கிறதுலேருந்து நிறைய தேடி 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 கண்டுபிடிச்சி தான் அது பண்ணாங்க. ப்ரொடக்ஷன், ஆர்ட் டிபார்ட்மெண்ட், அசிஸ்டன்ட் டைரக்டர்ஸ் எல்லாரும் ரொம்ப பெருசாக கோஆப்ரேட் பண்ணாங்க அதில். ஸோ அப்போ தான் அந்த விஷயம் பண்ண முடிஞ்சது. எக்ஸ்பெஷலி அந்த பஸ் சீக்வன்ஸ் இருக்குல்ல, அதில் அந்த பொண்ணு வந்து அனுஷ்ரா வந்து ரோப்பில் அவங்க இருக்காங்க. ஆக்சுவலாக அவங்க வந்து ரொம்ப ஸ்ட்ராங்காக பண்ணாங்க. அவங்க ஒரு 3-4 டைம்ஸ் வந்து ஹிட் அடிச்சு ரோப்பில் போய் கீழே ஃபால் ஆகி கீழே விழுந்து அந்த மாதிரி விஷயங்கள்லாம் பண்ணாங்க. அதில் தான் அந்த லைவ் உங்களுக்கு ഓക്കെ. അവിടെ ഷമീർ മുഹമ്മദ് എന്ന ഒരു എഡിറ്ററിന്റെ കഴിവും കൂടെ അവിടെ നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ஆமாம். തീർച്ചയായിട്ടും. അതേപോലെ തന്നെ സാർ ഇപ്പം ആർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ വിന്റേജ് സീൻസ് ഒക്കെ എടുക്കുമ്പോൾ ആർട്ടിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. അത്തരം വിന്റേജ് സീനുകൾ ചെയ്യുമ്പോൾ സാർ എന്തൊക്കെയാ ശ്രദ്ധിക്കാറ്? ஸ்கிரிப்டுக்குள்ளே நம்ம ஒவ்வொரு ஃப்ரேம்லையும் கார்னர் டு கார்னர் அந்த பீரியட் எப்படிலாம் சொல்ல முடியும் அப்படின்னு வந்து அதில் ஒர்க் பண்ணிகிட்டே இருப்போம். நம்ம காஸ்டியூம்ஸ் ஆகட்டும், ஆம்பியன்ஸ் ஆகட்டும், அண்டு பேக்ட்ராப் ப்ராப்பர்ட்டிஸு, இது எல்லாத்துலேயுமே அதை வந்து எக்ஸ்ப்ளோர் பண்ணிக்கிட்டே இருக்கும்போது தான் அந்த பீரியட் உங்களுக்குள்ள அண்ட் கனெக்ட் ஆகும். அப்படி அது பண்ணது. ரொம்ப சொல்லணுன்னா எந்த இடத்துலையுமே அந்த லைவ் வந்துடக்கூடாது, இப்போ இருக்கிற கரண்ட் விஷயம் வந்துடக்கூடாதுன்றதுல அதில் வேறு விஎஃப்எக்ஸ் ஒர்க்கோ மற்றபடி எதுவுமே அதில் பண்ணல. அந்த பீரியடுக்கெல்லாம் அந்த நம்மக்கிட்ட இருக்கிற விஷயங்கள் வச்சுக்கிட்டு எவ்வளோ டெலிபரேட்டாக அதை எடுத்து வர முடியும் அப்படின்னு அதில் பண்ணோம். பிகாஸ் ஆஃப் த ஃபில்ம் எமோஷ்னல் த்ரில்லர். அப்போ அந்த ரெகுலர் பெர்ஸ்பெக்டிவில் த்ரில்லர் வேண்டாம், ரெகுலர் பெர்ஸ்பெக்டிவில் இது இருக்கக்கூடாதுன்னு எல்லாத்தையும் வேற ஒரு டைமென்ஷனில் பண்ணணுன்னு தான் இது பிளான் பண்ணது. அண்ட் மிதுன் வந்து எனக்கு நான் இந்த த்ரில்லர் ஃபில்ம் எனக்கு தான் ஃபஸ்ட் ஃபில்மு, அதனால் ஏன்னா அவர் இதில் செலக்ட் பண்ணது காரணமே அதான், வேற ஒரு பெர்ஸ்பெக்டிவில் இதெல்லாம் இருக்கும் அப்படின்னு பண்ணாங்க. ഇപ്പം രണ്ടാളുകൂടെ ചോദിക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ ഒപ്പം 2-ൽ കൂടുതൽ സിനിമകളായി. അപ്പം മമ്മൂക്ക എന്ന വ്യക്തിയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? മമ്മൂക്ക എന്ന വ്യക്തി എനിക്ക് പേഴ്സണലി ഞാൻ വളരെ കുറച്ച് ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മലയാളം സിനിമയിൽ വർക്ക് ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അതും അദ്ദേഹത്തിന് സ്കോർ ചെയ്യാന്നുള്ളത് അതിനും മേലുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ മലയാളത്തിൽ വർക്ക് ചെയ്യാന്നുള്ള, പക്ഷെ ഒറ്റയടിക്ക് ആ 2 ആഗ്രഹങ്ങളും സാധിപ്പിച്ച ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. കാരണം ആസ് എ പ്രൊഡ്യൂസർ ആൻഡ് ആസ് എൻ ആക്ടർ എനിക്ക് ഒരേ സിനിമയിൽ കിട്ടി, അതിലൂടെ ഡെബ്യൂ ചെയ്യാൻ പറ്റി മലയാളത്തിൽ. പിന്നെ അത് വലിയൊരു സക്സസ് ആവുകയും അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ മ്യൂസിക്കിനും പ്രത്യേകിച്ചൊരു അപ്രീസിയേഷനൊക്കെ കിട്ടിയത് വലിയ സന്തോഷം. പക്ഷേ ഒരു ആസ് എ ലൈഫ് ലോങ് മമ്മൂട്ടി ഫാൻ അദ്ദേഹത്തിനോട് ഡെബ്യൂ ചെയ്യാൻ പറ്റിയത് ഇറ്റ്സ് എ ഗ്രേറ്റ്. ഇപ്പോഴും അദ്ദേഹത്തിനെ കണ്ട് കൊതി മാറില്ല. ഇന്നലെ പ്രസ് മീറ്റിൽ വന്നപ്പോഴും ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അതാണ് ആ ഒരു ഫീലിംഗ് ഇപ്പോഴും മാറിയിട്ടില്ല, ഇനി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതാണ് എനിക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഫോർ മീ ഈസ് ലൈക്ക് യു നോ ദി അൾട്ടിമേറ്റ് സ്റ്റാർ ബേസിക്കലി. ബട്ട് അലോങ് വിത്ത് ദാറ്റ് എൻ്റെ പേഴ്സണൽ എൻ്റെ കുറെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വലിയൊരു പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ്. സോ ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു ഹിം. சார் வந்து மம்முட்டி சாரோட பெர்ஃபார்மன்ஸு வந்து ஒவ்வொரு ஃபில்ம்லேயும் மேஜிக் தான். இந்த படம் ஒர்க் பண்ணிட்டு போது சாரோட பழைய மூவிஸ் எல்லாம் கூட நான் பார்த்தேன். அதுலெல்லாம் வந்து இப்போ சார் பண்ணுற இந்த பெர்ஃபார்மன்ஸுக்கு விட பண்ணியிருக்காங்க அதில். அந்த ஃபிலிம்ஸ் எல்லாம் பார்க்கும்போது அதுக்கெல்லாம் பார்க்கும்போது இதெல்லாம் சும்மா ജസ്റ്റ് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത് നമുക്ക് അങ്ങനെ ഇപ്പൊ പറയാറുണ്ട്, ഞാൻ ഇപ്പൊ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുവാണ്. அதில் அவ்வளோ பியூட்டிஃபுல்லாக பண்ணியிருக்காங்க ஒவ்வொரு ஃபில்ம்லையும். அந்த மதில்கள் அந்த படம் ஒரு வால் அது பார்த்தேன். அதெல்லாம் என்னால் ஒரு ஒரு கேரக்டர் மட்டும்தான் இருக்காங்க, இங்கே வந்து ஒரு வால் இருக்குது, அங்கே என்ன இருக்குன்னே பார்க்க முடியாமல் ஒன்று பண்ணுறது இருக்குல்ல, அதை வந்து எக்ஸ்ப்ளோர் பண்ணுறது இருக்குல்ல, அந்த ஒவ்வொரு ஷார்ட்லையும் ஒவ்வொரு சீன்லையும் நம்மளை வந்து கூஸ் பம்ப்ஸ் எனக்கு அதெல்லாமே பார்க்கும்போது. அண்ட் தமிழில் வந்து அதே மாதிரி சார் வந்து
பண்ணியிருக்காங்க. தளபதி, ஆண் அழகன், அது நிறைய படங்கள் பண்ணியிருக்காங்க. இப்போ பேரன்பு பண்ணும்போது அதே மாதிரி அவர் கூட எனக்கு பயங்கர ஃபர்ஸ்ட் டைம் அந்த படம் தான் நான் ஒர்க் பண்ணுறேன். சாரோட ஒவ்வொரு ஷாட் முடிஞ்சதும் எனக்கு அப்படியே அந்த மானிட்டரில் பார்க்கும்போது எனக்கு வந்து ഒരു ഇന്റർനാഷണലി പെർഫോമൻസ് സാറിട്ട് இருந்து பார்த்துட்டே இருப்பேன் நான். മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? எல்லாமே பிடிச்சிருக்கு. ஏன்னா இப்போ ஒவ்வொன்றையும் ஒவ்வொரு கேரக்டர்ஸ் இருக்குல்ல, அது எப்படி அவங்க அதை எடுத்துட்டு வர்றாங்கன்னே புரியல. அதுதான் வந்து எனக்கு வந்து பேரன்புல தான் நான், ஏன்னா ஃபஸ்ட் டைம் எனக்குனால பேரன்புல சாரோட அந்த டெடிக்கேஷன் அவங்க வர்றது. டிசம்பரில் ஷூட் நடக்குது, பேரன்பு ஷூட்டிங் டிசம்பர், கொடைக்கானல், 4 டிகிரி செல்சியஸ். மார்னிங் 5 o'clock அங்கே இருப்பாங்க, ஏர்லி மார்னிங் 5 o'clock. கற்பனையே பண்ண முடியாது. நீங்கள் 5 o'clock வந்து 4 டிகிரியில் எப்படி இருக்குன்னு யோசிச்சு பாருங்கள். டிசம்பரில் மிஸ்டாக இருக்கும், ஒரு நம்ம ஸ்டெப் கூட எடுத்து வைக்க முடியாது, அவ்வளோ ஐஸாக இருக்கும் அப்படி டெம்பரேச்சரு. அதில் வந்து நிற்கும்போது அவங்க அவருடைய டெடிக்கேஷனும் அவர் எப்படியெல்லாம் அந்த സിനിമാவை ലവ് പண்றாங்கன்றது இருக்குல்ல, അത് അഡ്മയർ ചെയ്യുന്നത്. ആദ്യം ചോദിക്കണമെന്ന് കരുതിയതാ, ഒരു കാര്യം വിട്ടുപോയി. കന്നഡയിൽ 12 സിനിമകൾക്ക് ശേഷമാണ് മലയാളത്തിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് മലയാളത്തിൽ വരാൻ വൈകിയത്? ഒരു മലയാളി ആയിട്ട് പോലും എന്തുകൊണ്ട് മലയാളത്തിലേക്ക് വരാൻ വൈകി? അങ്ങനെയൊന്നുമില്ല. ഞാൻ സിമ്പിളായിട്ട് പറയും. മംഗലാപുരത്ത് MBBS കഴിഞ്ഞ സമയത്ത് ഞാനൊരു കോയിൻ ടോസ് ചെയ്തു. ഇങ്ങോട്ട് പോയാൽ ബാംഗ്ലൂർ, അങ്ങോട്ട് പോയാൽ കൊച്ചി. ഇങ്ങനെയാണ്. കാരണം വേറെ അങ്ങനെ ഒരു ഫിലിം ഫീൽഡായിട്ട് അങ്ങനെ ഒരു ബന്ധമൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. എനിക്ക് പക്ഷേ ഇത് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഐ വോണ്ട് ടു സ്കോർ ഫോർ ഫിലിംസ് എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്തോ ചില കാരണങ്ങളാൽ ബാംഗ്ലൂർ എത്തി. പിന്നെ അവിടെ ട്രൈ ചെയ്തു. പിന്നെ ആദ്യത്തെ കുറച്ച് ഫ്രണ്ട്സും അതിലൂടെ ആദ്യത്തെ ഡയറക്ടറൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ കന്നഡയിൽ തുടങ്ങി. പിന്നെ തുടങ്ങിയതിന് ശേഷം എനിക്കൊന്നൊരു ആദ്യം നമ്മുടെ ഒന്നുമുട്ടേ കഥ എന്ന് പറഞ്ഞൊക്കെ ഒരു സിനിമയാണ് എൻ്റെ ആദ്യത്തെ ഒരു ബോക്സ് ഓഫീസ് സക്സസ് ആയത്. അതാണ് ഇവിടെ തമാശയായിട്ട് ഇത്. അപ്പൊ ആ ഒരു സിനിമയൊക്കെ ഹിറ്റായ സമയത്തൊക്കെ ഇവിടെ നമ്മളെ കുറച്ച് പേര് അറിഞ്ഞു, കുറച്ച് പ്രോജക്ട്സ് ഒക്കെ വന്നു. പക്ഷെ എനിക്കൊന്നും അത് മേ ബി എന്നെ എക്സൈറ്റ് ചെയ്തില്ല, സ്ക്രിപ്റ്റ് ലെവലിൽ എക്സൈറ്റ് ചെയ്തില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി ഐ കാണ്ട് ആസ്ക് അല്ലേ, ഇതിനേക്കാളും നല്ലൊരു ഡെബ്യൂ കിട്ടാനുണ്ടോ റോർഷാക്കിലൂടെ വരിക എന്നുള്ളത്. പക്ഷെ അതും ഞാൻ പറഞ്ഞില്ല, അത് നമ്മള് നമ്മുടെ വർക്ക് കണ്ടിട്ട്, ഗരുഡഗമന എന്നുള്ള വർക്ക് കണ്ടിട്ട് നിസാം വിളിക്കുന്നു, എന്നിട്ട് ആ ഒരു സിനിമ എനിക്ക് വരുന്നു. അപ്പം നമ്മുടെ വർക്കിലൂടെ നമുക്ക് കൂടുതൽ ഇത് കിട്ടുക എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. റോഷാക്ക് എന്ന് പറയുമ്പോൾ അത്രയും ഇമോഷണൽ കണക്ട് ആവാൻ സാധ്യതയുള്ള, കണക്ട് ആയിട്ടുള്ള ഒരു സിനിമ. അപ്പം ആ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യുമ്പോൾ ഇമോഷനും ഉണ്ട്, മമ്മൂക്കയും കാണണം, അത്രയും ദൂരം മമ്മൂക്കയെ കാണുകയും ചെയ്യണം. അപ്പൊ എന്താ ഫീൽ ചെയ്തത്? എന്റെ ഇമോഷൻ തന്നെ ഒരു 5 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമയ്ക്ക് ഇമോഷൻ കൊടുത്തത്. പക്ഷെ അത് ഞാൻ പറഞ്ഞ ഒരു, പക്ഷെ ഒരു ഫാക്ടർ ഉണ്ട് കേട്ടോ. എനിക്ക് ഞാനും അതിന് സർപ്രൈസ് ആയിരുന്നു. കാരണം മലയാളത്തിൽ വർക്ക് ചെയ്യുന്നു, മമ്മൂക്കെ നോക്കിക്കൊണ്ട് സ്കോർ ചെയ്യുന്നു, വിൽ ഐ ബി ഏബിൾ ടു ലുക്ക് അറ്റ് ഇറ്റ് ജസ്റ്റ് ആസ് എ ഫിലിം എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതൊരു ആദ്യത്തെ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ഷോട്ടൊക്കെ കണ്ട് ആ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ വാസ് വെരി ടേക്കൺ എ ബാക്ക്. ആൻഡ് ഇത് സ്കോർ ചെയ്യുമ്പോൾ കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട്, കാരണം നമ്മുടെ കുറേ കാലത്ത് ഒരു ആഗ്രഹം എന്നൊക്കെ ഉള്ളത്. പക്ഷെ അത് കഴിഞ്ഞ് ആ സിനിമയിലേക്ക് ഞാൻ കയറിയതിനു ശേഷം പിന്നെ ഇറ്റ് വാസ് ജസ്റ്റ് അനദർ ഫിലിം. ബിക്കോസ് ഇവരൊക്കെ മമ്മൂട്ടി, ജഗദീഷ്, ബിന്ദു പണിക്കർ എന്നല്ല, ആ കഥാപാത്രങ്ങൾ ലൂക്ക് ആന്റണിയും അഷ്റഫും മറ്റേ അങ്ങനെയുള്ള കഥാപാത്രങ്ങളായി അവർ മാറി. അപ്പം അത് പിന്നെ അതിൻ്റെ ആ ഫ്ലോയിൽ അങ്ങ് പോയി. പിന്നെ റോഷാക്കിന്റെ സ്കോറിങ് ഇങ്ങനെ ഒരു ഹറിക്കെയിൻ മാതിരിയാണ്, നമ്മൾ തുടങ്ങി ഷർന്ന് പറഞ്ഞിട്ട് അതങ്ങ് പോയി, അറിയുന്നതിന് മുമ്പേ സംഭവം കഴിയുകയും ചെയ്തു. പിന്നെ നിസാം, ഞാൻ പറയാം, എൻ്റെ ഒരു ആ സമയത്ത് ഈ മ്യൂസിക് ഡയറക്ടറും ഡയറക്ടറും എന്ന് പറയുന്ന ഒരു കപ്പിൾ മാതിരിയാണ്. ഫുൾ ടൈം ഒരു ദിവസം 15 പ്രാവശ്യം ഫോണിൽ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, ഇത് അയക്കുന്നു, ഇത് ഇഷ്ടപ്പെട്ടോ, ഈ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതിനകത്ത് ആ പ്രോസസ് അങ്ങ് വളരെ മനോഹരമായിട്ട് തീർന്നു. ഞാൻ കൂടുതലും ഈ ഇന്റർവ്യൂവിൽ കേട്ടത് നിസാം എന്ന പേരാണ് എടുത്തെടുത്ത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആ നിസാമുമായിട്ടുള്ളൊരു സൗഹൃദം എങ്ങനെയാണ്? നിസാമായിട്ട് സൗഹൃദം എന്ന് പറയാൻ പറ്റില്ല, കാരണം നിസാമിനെ റോഷാക്ക് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആള് ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറാണ്. പക്ഷെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ കരിയറിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ്, കന്നഡയിലെ എൻ്റെ ആദ്യത്തെ ഡയറക്ടർ അരവിന്ദ് ശാസ്ത്രി, പിന്നെ രാജ്ബി ഷെട്ടി, നിങ്ങൾക്കറിയാം, നല്ലൊരു ഇതായിരുന്നു. ഇതുവരെയുള്ള ഞങ്ങളുടെ സിനിമകളൊക്കെ വളരെ നല്ലൊരു ഫീലായിരുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ആ ഒരു ഇത് കിട്ടിയത് നിസാമും മിഥുനുമാണ്. ബിക്കോസ് അഗൈൻ അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ള ഡയറക്ടേഴ്സ് മോശം എന്നല്ല, ഐ ഹാവ് എൻജോയ്ഡ് വർക്കിംഗ് വിത്ത് അതർ പീപ്പിൾ, പക്ഷെ ഏറ്റവും എഫക്റ്റീവായിട്ട് അവരുടെ ഐഡിയ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്ന ഡയറക്ടേഴ്സ് ഇവരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവർക്ക് മ്യൂസിക് കൊടുക്കുമ്പോഴും ഓക്കെ, ഐ എം ഏബിൾ ടു അവരുടെ ഒരു എക്സ്പെക്ടേഷൻ മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഐ തിങ്ക് കമ്മ്യൂണിക്കേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പോൾ ഏത് ടെക്നിക്കൽ
തീമാണെങ്കിലും ഇപ്പം തേനി സാർ വരുന്നത് മിഥുൻ്റെ കൂടെ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല, ഈ ഓസ്ലറിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, സ്ക്രിപ്റ്റ് വായിച്ചു എന്നുള്ള രീതിയിലാണ്. പക്ഷെ മിഥുൻ എന്താണോ ചിന്തിക്കുന്നത് അത് തേനി സാറിന് മനസ്സിലാവണല്ലോ. അതേപോലെ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത് ഒരു വലിയൊരു ടാലന്റ് തന്നെയാണ്. അത് നിസാമിനുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ രീതി വേറെയാണ്. മിഥുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വളരെ എന്താ പറയുക പാഷനേറ്റ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഭയങ്കര എനർജിയാണ് മിഥുൻ സംസാരിക്കുമ്പോഴേക്കും. നിസാം വളരെ ലേറ്റ് ബാക്ക് ആണ്. സി ദീസ് ആർ ദ തിങ്സ് ഐ വാണ്ട്, ഇതുപോലുള്ള മ്യൂസിക് എന്നൊക്കെ പറഞ്ഞ് ചില സാധനങ്ങളൊക്കെ കേൾപ്പിക്കും, പക്ഷെ വൈബ് കിട്ടും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. തേനി സാറിനോട് സംസാരിച്ചാലും തീരുന്നില്ല. എന്നാലും നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായതുകൊണ്ട് മിഥുൻ ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടും. നമുക്കൊരു പാട്ട് പാടി അവസാനിപ്പിച്ചാലോ? വേണമായിരുന്നു. ഞാൻ ഓസ്ലർ നമ്മൾ നിൽക്കുന്നുണ്ട്, ജയറാമേട്ടന്റെ സിനിമയിൽ ഒരു പാട്ട് പാടാം. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ, ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികൾ, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ക്ഷമിക്കണം, ജലദോഷം കംപ്ലീറ്റ് ബ്ലോക്കാണ്. പാട്ട് മുന്നേ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പാടാമെന്ന് ചോദിച്ചത്. അപ്പൊ സാർ വളരെ സന്തോഷം. വീണ്ടും മലയാളത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഒരുപാട് സിനിമകൾ കാണാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും മലയാളത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.